കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി കോസ്റ്റ് ഗാർഡ്. 2 ഹെലികോപ്റ്ററുകൾ അമൃതാനന്ദമയി മഠം തയ്യാറാക്കിയ പ്രത്യേക ഹെലിപ്പാഡിലെത്തി ഇന്ധനം നിറച്ച് ദൗത്യം ഇന്നും തുടർന്നു. തെരച്ചിൽ 13ാം ദിവസവും തുടരുകയാണ്. കൊച്ചിയിൽ നിന്നെത്തിയ കോസ്റ്റ് ഗാർഡിന്റെ 2 ഹെലികോപ്റ്ററുകൾ തിരച്ചിൽ തുടരുകയാണ്. കടൽ നിരീക്ഷണം, രക്ഷാപ്രവർത്തനം തുടങ്ങിയ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ധ്രുവ് ഹെലികോപ്റ്ററാണ് ആദ്യം തിരച്ചിൽ നടത്തിയത്. തുടർന്ന് കടലിലെ രക്ഷാപ്രവർത്തനം, നിരീക്ഷണം, മെഡിക്കൽ എവാക്വേഷൻ തുടങ്ങിയ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററായ ചേതക്കും തിരച്ചിലിനായി എത്തി. അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ ചേതക് ഹെലികോപ്റ്റർ ഇറക്കി ഇന്ധനം നിറച്ച ശേഷമാണ് വീണ്ടും ദൗത്യം ആരംഭിച്ചത്. വിഴിഞ്ഞത്തും ആകാശമാർഗമുള്ള തിരച്ചിൽ നടക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്ത് അടിയന്തരമായി ഹെലിപാഡ് ഒരുക്കിയത്. പറഞ്ഞു വേണ്ടത് എന്താണെങ്കിലും ചെയ്യാം, മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ വാങ്ങിക്കാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, രാത്രി മുഴുവൻ നിന്ന് ചെയ്യണം നമ്മുടെ ഒരു നിർദ്ദേശം വന്നു. അപ്പോൾ പിന്നെ ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ ഈ കൊല്ലം ജില്ലയിലുള്ള കുറച്ച് സപ്ലൈസിനെ ഒക്കെ വിളിച്ച് ഇതിനൊരു 7000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ടോട്ടൽ ഹെലിപാഡും ഈ അപ്രോച്ച് റോഡും എല്ലാം ആയിട്ട്. അപ്പോൾ ഇതിനുള്ള മെറ്റീരിയൽസിൻ്റെ മുഴുവൻ കാൽക്കുലേഷൻ ചെയ്ത് കുറേയൊക്കെ അഗ്രിഗേറ്റ്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കി സാധനങ്ങൾ പല സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് എത്തി. ഇപ്പോൾ രാത്രി ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്കും തുടങ്ങി. ഭാഗ്യത്തിനന്ന് ആ സമയത്ത് മഴ ഒഴിഞ്ഞു നിന്നു, ചെറിയ ഡ്രിസിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാത്രി ഒരു 10-10:30 തുടങ്ങി പിറ്റേ ദിവസം ഒരു 11 മണിയാകുമ്പോഴത്തേക്കും എല്ലാം തീർക്കാൻ സാധിക്കും. ഹെലികോപ്റ്ററുകൾ ഇറക്കി ഇന്ധനം നിറയ്ക്കുന്നതിനായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഏവിയേഷൻ ഫ്യൂവൽ ടാങ്കറും എത്തിയിരുന്നു. കഴിഞ്ഞ ജൂലൈ 31-നാണ് ഗൗതം കൃഷ്ണ ഉൾപ്പെടെ 14 പേർ സഞ്ചരിച്ച മത്സ്യബന്ധന വള്ളം നീണ്ടകരയിൽ കടലിൽ മറിഞ്ഞത്. അപകടത്തിൽ ഗൗതം കൃഷ്ണയുടെ അച്ഛൻ രാധാകൃഷ്ണനും മുത്തച്ഛൻ രാജീവനും മരിച്ചു. ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. ജനം, കൊല്ലം.